എല്ലാം ഗംഭീരം. വിഷ്വൽ ട്രീറ്റ്, മഹേഷ് നാരായണൻ സ്റ്റഫ്. ഇതിനകത്ത് കയ്യടി കിട്ടിയ ഒരു സീൻ എന്ന് പറഞ്ഞാൽ ഈ 3 മണിക്കൂർ പടത്തിനകത്ത് മാക്സിമം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 30 സെക്കൻഡ് കാണുമായിരിക്കും. ഈ 125 കോടിക്കകത്ത് ഇതിനകത്ത് ഈ VFX ആണോ CG ആണോ അല്ലെന്നുണ്ടെങ്കിൽ ജെമിനി ആണെന്ന് ഒന്ന് ചെയ്തത്. അതിനേക്കാളും കഷ്ടം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജെറ്റൊക്കെ എടുത്ത് പറക്കാടെ. ഇപ്പോൾ കാരണം ഇവർ രണ്ടുപേരും വരുമ്പോൾ അതിൻ്റെതായ മാസം നമ്മൾ എക്സ്പെക്ട് ചെയ്യും. അതില്ല മോഹൻലാൽ എന്തിനാണ് ശരിക്കും വന്നതെന്ന് തോന്നിപ്പോയി. മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും സിനിമയുടെ FDFS റിവ്യൂസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ക്യാമിയോ റോൾസിൽ വന്ന് ഞെട്ടിച്ച സിനിമകളുടെ റിവ്യൂസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ രണ്ടുപേരും ഒരുമിച്ചെത്തുന്ന ഒരു സിനിമയുടെ റിവ്യൂ എടുക്കാൻ പോവാണ്. ദ മോസ്റ്റ് അവൈറ്റഡ് ബിഗംസ് പേട്രിയോട്ട്, ഡയറക്ടർ ബൈ മഹേഷ് നാരായൺ. അപ്പോൾ ഫാഫയുണ്ട്, കുഞ്ചാക്കോബനുണ്ട്, നയൻതാരയുണ്ട്, സുഷിൻ ഷാ മ്യൂസിക്കൽ. ഇതിൽ കൂടുതലൊന്നും വേണ്ട, മലയാളത്തിന്റെ ബിഗസ്റ്റ് സംഭവം പേട്രിയോട്ട് റിവ്യൂലേക്ക്. ഇല്ല, ആർക്കും ഒരു പ്രോപ്പർ നമ്മൾ ഇതൊരു മൾട്ടി സ്റ്റാർ പടമായിട്ട് ലേബലി വരുമ്പം ജനങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഒരു ആൾക്ക് പോലും ഒരു പ്രോപ്പർ നല്ലൊരു ഇൻട്രൊഡക്ഷനോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഈ പറയുന്ന കണക്ക് എന്താ പറയുക, മൊത്തത്തിലൊരു ഫാൻ ബേസ് എക്സ്പെക്ട് ചെയ്തല്ലേ വരുന്ന ഒരു മൾട്ടി സ്റ്റാർ ലേബിൾ. അപ്പോൾ അതിൻ്റെ എപ്പോഴും പറയുന്നുണ്ട് ക്യാരക്ടേഴ്സിനാണ് പ്രാധാന്യം, ഒരു കണ്ടന്റ് ഓറിയന്റഡ്. ഇല്ല, മൊത്തത്തിൽ ഇതിനകത്തൊരു എന്താ പറയുക, നമുക്കൊരു പ്രോപ്പർ സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. ഇതിനകത്ത് കയ്യടി കിട്ടിയ ഒരു സീൻ എന്ന് പറഞ്ഞാൽ ഈ 3 മണിക്കൂർ പടത്തിനകത്ത് മാക്സിമം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 30 സെക്കൻഡ് കാണുമായിരിക്കും. അപ്പോൾ ആലോചിക്കാമല്ലോ, തിയേറ്റർ ഒന്ന് കൈയടിച്ചത് എന്ന് പറയുന്ന ഒരു 30 സെക്കൻഡ് കാണുമായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. ഒരു ബോക്സ് ഓഫീസ് ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള എനിക്ക് തോന്നുന്നു ഉണ്ടായിരുന്നു. പക്ഷേ ഉണ്ടായിരുന്നു, തീർച്ചയായും. ഇത്രയും പേരെ കൊണ്ടുവരുമ്പം നമുക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ. തിയേറ്റർ ഫീലിംഗ് ഡിസപ്പോയിന്റഡ്. ഫസ്റ്റ് ഹാഫ് കണ്ട മാതിരിയുള്ളൊരു എന്താ പറയുക ഒരു ഇമ്പാക്ട് കിട്ടിയില്ല. സെക്കൻഡ് ഹാഫിൽ വെറും ഒരു ആവറേജ് പടം, ഒരു ആവറേജ്. മോഹൻലാലിന്റെ കോമഡി സീൻ മോഹൻലാൽ എന്തിനാണ് ശരിക്കും വന്നതെന്ന് തോന്നിപ്പോയി. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്താ പറയാ, മമ്മൂട്ടിയുടെ വയ്യായിക അറിയുന്ന പറഞ്ഞിട്ട് അതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അതൊരു ക്യാരക്ടർ വൈസ് അതൊക്കെ എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്ത് പോയതാ. ഫസ്റ്റ് ഹാഫ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴത്തേക്ക് ആ ഒരു പ്രതീക്ഷ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റിയില്ല എന്നുള്ളത്. ഓവറോൾ ഡിസപ്പോയിന്റ് ആയി പോയി. ഡിസപ്പോയിന്റഡ് കാരണം നമുക്ക് ഒരു വയ്യക ഫീൽ ചെയ്തു. തീർച്ചയായിട്ടും. ഇതൊരിക്കലും ഇതൊരു മോഹൻലാൽ മമ്മൂട്ടി പടം എന്ന് പറയാൻ പറ്റത്തില്ല. മമ്മൂട്ടി പടം തന്നെയാണ്. മമ്മൂട്ടി പടത്തിൽ മോഹൻലാലിനെ ക്യാമിയോ കൊണ്ടുവന്നില്ല. തീർച്ചയായിട്ടും അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. വേറെ ഏതെങ്കിലും നടനെ വെച്ച് ചെയ്യാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് ഹാഫിനെക്കാട്ടും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയ സെക്കൻഡ് ഹാഫ് ആണ്. പിന്നെ ഒരുപാട് എക്സ്പെക്ടേഷൻ ഒന്നും വെച്ച് കാണാൻ നിൽക്കണം. ഒരു നല്ലൊരു ആവറേജ് മൂവി ആയിട്ട് കാണാം. ഒരു കണ്ടന്റ് ഓറിയന്റഡ് ക്ലാസ് പടമാണോ? അതെ. കുറെ കാര്യങ്ങൾ എക്സ്ട്രാ നമുക്ക് ഇപ്പോഴത്തെ സമൂഹമായിട്ട് വരുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് ഇപ്പൊ അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ മാത്രമായി പോയി. അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ കമ്പാരിറ്റീവ്ലി ആക്ഷൻ സീൻസ് ഒക്കെ കുറവാണ്. നമ്മൾ ഒരുപാട് എക്സ്പെക്ടേഷൻ ഒക്കെ ആയിട്ടാണ് വരുന്നത്. കുറെ ആക്ഷൻ സീൻസ് ഒക്കെ കൊമേഴ്ഷ്യൽ പരിപാടി ഒന്നുമില്ല. ഇല്ല. ജസ്റ്റ് ഒരു നോർമൽ രീതിയിൽ തന്നെയാണ് അത്. ഫ്രം ദ സ്റ്റാർട്ടിംഗ് ടു എൻഡിങ് തന്നെ അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടി മോഹൻലാൽ ഒന്നിക്കുന്നുള്ള ഒരു ഹൈപ്പിനുള്ള ഒരു പടം. അതിനകത്ത് കുറച്ച് ട്വിസ്റ്റ് ഉണ്ട്. അത് ആ ഒരു മൂവി കാണുമ്പോൾ നമുക്ക് പറയാം. അതിനകത്ത് ജസ്റ്റ് നമ്മൾ സ്പോയിലർ അലേർട്ട് വേണ്ടല്ലോ. എന്നാലും ഒരു ഇതുണ്ട്, കണ്ടിറങ്ങുമ്പോൾ ഒരു ഗൂസ്ബംസ് പരിപാടി. ഈ പറഞ്ഞ പോലെ അവരെ രണ്ടുപേരും ഒരു അഭിനയം നമുക്കറിയാലോ. അവരെ പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. ലാലേട്ടനുണ്ടെന്നാണോ? അങ്ങനെയല്ല, കൊള്ളാം. ഒരുപാട് എക്സ്പെക്ടേഷൻ ഹൈപ്പും കൊടുത്ത് വരരുത്. ജസ്റ്റ് വന്ന് കാണുക. ചേട്ടന്റെ വരവോടുകൂടി അങ്ങേരുടെ പേര് ഈ സിനിമ അങ്ങ് എഴുതി. അത് ലാഗ് അടിച്ച്. പക്ഷെ അതല്ല, ലാലേട്ടൻ വരുന്ന പടം അങ്ങ് ഓണായി. ഇങ്ങനെ ഇരുന്ന പടം ഇങ്ങനെ ഒരു കയറ്റം കയറി. ഫൈറ്റ് സീൻസ് എല്ലാം കിടുവാണ്. എല്ലാം ഗംഭീരം. വിഷ്വൽ ട്രീറ്റ്, മഹേഷ് നാരായണൻ സ്റ്റഫ്. 100 കോടി മാത്രമേ കിട്ടുള്ളൂ. അതിൽ കൂടുതൽ കയറുമോ? 100 കോടി ബ്ലോക്ക് ബസ്റ്റർ അടിക്കും ഉറപ്പാ. സ്ഥിരം ഒരു ടിപ്പിക്കൽ പടം പ്രതീക്ഷയാണ് വന്നത്. എന്നാലും അത് വർക്കായോന്ന് വെച്ചാൽ ന്യൂട്രൽ ഓഡിയൻസ് തന്നെ വർക്കാവും. കാരണം നമ്മൾ ഒരുപാട് മാസ് എക്സ്പെക്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് അതിനുള്ളതില്ലത്. നല്ലൊരു സിനിമ എന്നൊരു ക്ലാസ് ആയിട്ട് ഇപ്പൊ മാലിക്കൊക്കെ പോലെ ഒരു ക്ലാസ് ഹിറ്റ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു പരിപാടി ന്യൂട്രൽ ഓഡിയൻസ് വരുന്ന ഹിറ്റ് ആവും. ഫാൻസിന് എല്ലാ ഫാൻസുകാർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല. ഒരു മമ്മൂട്ടി മോഹൻലാൽ ഫാക്ടർ വർക്കായില്ല ഇതിലില്ല. വർക്കായില്ല. ഇത് സാധാരണ ഏത് നടന്ന് വെച്ചാലും ഇങ്ങനെ തന്നെ വരത്തുള്ളൂ. ഇവർ രണ്ടുപേരും ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് പാഴായിന്നാണോ? കാരണം ഇവർ രണ്ടുപേരും വരുമ്പോൾ അതിൻ്റെതായ മാസം നമ്മൾ എക്സ്പെക്ട് ചെയ്യും. അതില്ല. സിനിമാസ് എങ്ങനെയുണ്ട്? കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് ഇമോഷൻ കണ്ടന്റ് അടിപൊളിയാണ്. പക്ഷേ സ്റ്റോറി ടെല്ലിങ് അടിപൊളിയാണ്. മേക്കിംഗ് നന്നായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഒരു മാസ് എക്സ്പെക്ട് ചെയ്താണ് വന്നത്. അത് നമുക്ക് കിട്ടിയില്ലെന്നേ ഉള്ളൂ. ആക്ടിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. ഒരു പെൺകുട്ടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവരൊക്കെ ആക്ടിങ് കൊള്ളായിരുന്നു. അടിപൊളി. എടുത്തു പറയാനായിട്ടെന്ന് പറയുമ്പോൾ എല്ലാവരും അടിപൊളിയായിരുന്നു. ഫഹദിന്റെ വില്ലനിസം ഷെയ്ഡും കൊള്ളായിരുന്നു. അപ്പൊ നമ്മൾ ഈ ഒരു ലാലേട്ടൻ മമ്മൂട്ടി ഫാക്ടർ പ്രതീക്ഷിച്ച് വരണ്ടെന്നാണ്. ആ ഫാക്ടർ പ്രതീക്ഷിച്ച് വരാതിരിക്കുന്നത് നല്ലത്. കാരണം നമ്പർ 121 പടം വട്ടത്തിലും നീളത്തിലും പോയി.
ഒരു 125 കോടി എന്നൊക്കെ ഈ വന്നിരുന്ന മമ്മൂട്ടിക്കും മോഹൻലാലിന് ഇത്രയും പ്രായമുള്ള ആൾക്കാരൊക്കെ തള്ളുന്നതിനൊരു ഇത് വേണം. ഈ നാൻഡാര എന്നൊക്കെ പറയുന്ന നടിയൊക്കെ എന്തിനാണോ എന്തോ ഈ സിനിമയ്ക്കകത്ത് വെറും ഒരു ചവറ് ക്യാരക്ടർ, ആരും ഒന്നുമില്ല. പിന്നെ ആ ഒരു ക്യാരക്ടറിനകത്ത് അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്തിരിക്കുന്ന ഫഹദ് ഫാസിൽ കുറച്ച് കൊള്ളാം. അല്ലാതെ ഈ 125 കോടിക്കകത്ത് ഇതിനകത്ത് ഈ VFX ആണോ CG ആണോ അല്ലെന്നുണ്ടെങ്കിൽ ജെമിനി ആണെന്ന് തോന്നുന്നു ചെയ്തത്. അതിനേക്കാളും കഷ്ടം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജെറ്റൊക്കെ എടുത്ത് പറക്കാടെ ഇപ്പോൾ നാച്ചുറലായിട്ട് പോലെ നമുക്ക് തോന്നും. മമ്മൂട്ടി മോഹൻലാൽ കോമ്പിനേഷൻ സീൻസ് അതൊക്കെ എങ്ങനെയുണ്ട്? ഒരിക്കലും നമുക്ക് അതിനകത്തൊരു ബോണ്ട്, നമുക്ക് എന്തെങ്കിലും ഒരു ബോണ്ട് വേണ്ടേ അവർ തമ്മിൽ ഉള്ള സീൻസൊക്കെ കാണുമ്പോൾ. ആ ഒരു ബോണ്ടൊന്നും ഒരിക്കലും വന്നിട്ടില്ല. കുറച്ച് സെൻറ്റിമെൻറ്റ്സൊക്കെ അവസാനം കൊണ്ടുവരാൻ വന്നിട്ടുണ്ട്. ഒന്നുമില്ല പിന്നെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി മോഹൻലാലിനെ കൊണ്ടുവന്ന് തേച്ച് ആ ഒരു പരിപാടി. അല്ലാതെ ഇത് മമ്മൂട്ടി മോഹൻലാൽ സമ്പൂർണ്ണ ചിത്രമൊന്നും അല്ല. അല്ല, മമ്മൂട്ടിയുടെ വയ്യായിക്ക് അതൊക്കെ അറിയാം, സ്റ്റണ്ട് സീനുള്ളത്. അല്ല, മമ്മൂട്ടി എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് വയ്യാതിരുന്ന സമയത്ത് ആക്ട് ചെയ്ത പടമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ആ വയ്യായികയൊക്കെ നല്ല രീതിയിൽ മുഖത്ത് ഇതാവുന്നുണ്ട്. ആ ഒരു സ്ക്രീൻ പ്രസൻസ്, അവരുടെ ഓറയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എവിടെയോ നഷ്ടപ്പെട്ടു പോയതുപോലെ. വേറെ ഒന്നുമല്ല, ഇവരൊക്കെ ഉണ്ടല്ലോ, ഈ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഉണ്ടല്ലോ, അപ്പം നമ്മുടെ അമിതാഭ് ബച്ചനൊക്കെ ഉണ്ടല്ലോ, ഷോലെ എന്നൊക്കെ പറഞ്ഞ ലോകത്ത് തന്നെ ഏറ്റവും വലിയ സിനിമ അഭിനയിച്ച ഒരു നടനാണ്. അപ്പോൾ പുള്ളിയൊക്കെ ഒരു സമയം വെച്ചിട്ട് എല്ലാം നിർത്തിയിട്ട് പുള്ളിയുടെ ഹെൽത്തിനും അതിനനുസരിച്ച് പ്രായത്തിനനുസരിച്ചുള്ള ക്യാരക്ടറുകൾ തിരഞ്ഞെടുത്തു തുടങ്ങി. മമ്മൂട്ടി മോഹൻലാലും ഒക്കെ അതൊക്കെ ചെയ്യണം. ഇപ്പോഴും ഫൗജി ആയിട്ടൊക്കെ ഇല്ല, ചുമ്മാ കുറെ കൂറ ഫൈറ്റും. വേറെ ഒന്നുമല്ല, ഈ 125 കോടി എന്നൊക്കെ പറയുന്നതാണ് ഏറ്റവും വലിയ തള്ള്. ഈ 125 കോടി ഈ താരങ്ങൾക്കായിരിക്കും അതിന്റെ പകുതി കൂടുതൽ പൈസ എന്നാ കൊടുത്തത്. കുഞ്ചാഗോവനൊക്കെ എല്ലാ പടത്തിലും കുഞ്ചാഗോവന് ഇത് കണക്കത്തെ ഒരു റോള് എല്ലാ ഡയറക്ടർമാരും കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കും. അത്രേ ഉള്ളൂ. വളരെ ഡിസപ്പോയിന്റഡ്. ആക്ഷൻ പരിപാടിയൊക്കെ വെച്ചിട്ടുണ്ട്. ആക്ഷനൊക്കെ ഉണ്ട്, എന്നാലും ഒരു പ്രതീക്ഷ എത്ര വന്നില്ല. ഒരു വൺ ടൈം വാച്ചബിളേ ഉള്ളൂ കേട്ടോ. അല്ലാതെ പിന്നെ ഒരു മഹേഷ് നാരായണ മൂവി എന്ന രീതിയിൽ പടം കണ്ടാൽ മതി. പിന്നെ ഈ പ്രൈവസി റിലേറ്റഡ് എഫക്റ്റ് ആണ് കേട്ടോ പടം പറഞ്ഞു പോകുന്നത്. അല്ലാതെ വേറൊരു വൺ ടൈം വാച്ചബിൾ, ഓൺലി വൺ ടൈം വാച്ചബിൾ. ലാഗ് അടിക്കുന്നുണ്ടോ? ലാഗ് ഫസ്റ്റ് ഹാഫ് വലിയ ലാഗില്ല, സെക്കൻഡ് ഹാഫ് നമുക്ക് ഇച്ചിരി തോന്നുന്നു. ലാഗ് അടിക്കുന്നത് അല്ലല്ല, മോഹൻലാൽ വലിയ റോൾ ഇല്ല. അത് ക്യാമിയോ റോള് മാത്രമേ ഉള്ളൂ. ക്യാമിയോ ഉള്ളൂ. അന്നേരം മോഹൻലാലിനെ വെച്ച് പറ്റിച്ചാണ് ആൾക്കാർ അന്നേരം മെയിൻ റോൾ എന്ന് പറഞ്ഞു. മെയിൻ റോളല്ല, മെയിൻ റോൾ എന്ന് മുമ്പേ പറഞ്ഞത് ഈസ് എ ഗസ്റ്റ് ആണ്. പിന്നെ മോഹൻലാൽ ഇൻട്രോയും കാര്യങ്ങളൊക്കെ കൊള്ളാം. മമ്മൂട്ടിക്ക് അത്ര ഇൻട്രോ വലിയൊരു ഗസ്റ്റ്, പക്ഷെ മോഹൻലാൽ ഇൻട്രോയും കാര്യങ്ങളൊക്കെ കൊള്ളാം. ലാഗ് അടിക്കുന്നുണ്ട്. അത് ലാഗ് സെക്കൻഡ് ഹാഫ് ഇച്ചിരി ലാഗാണ്. ഫസ്റ്റ് ഹാഫ് പക്ഷെ മഹേഷ് നാരായണ മൂവി വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി ഒരു വൺ ടൈം വാച്ചബിളേ ഉള്ളൂ. പക്ഷെ മാലിക് കണക്കുന്ന സിയു സോങ് കണക്കൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇത് വൺ ടൈം വാച്ചബിൾ മൂവി. വലിയ വൺ ഡേ വാച്ചാണ് ഇപ്പോഴും. പക്ഷെ മോഹൻലാലിന് ആ കാല് വയ്യാതെ കൊണ്ടുവരണ്ടായിരുന്നു. മോഹൻലാൽ അത്ര ഒരു ഇതായിട്ട് വരില്ല. മമ്മൂട്ടിക്ക് വയ്യായി അറിയുന്നുണ്ടോ? അതൊരു വയ്യായ്മ ഒരു കാണിക്കുന്നുണ്ട് പടത്തില്. പിന്നെ 18 വർഷം അവര് ഒന്നിച്ചതിന്റെ ഒരു നമുക്കൊരു ഫാൻസിലൊരു സന്തോഷം തന്ന ഒരു കാര്യവും പടത്തില്ലാത്തില്ല. ലാലേട്ടന്റെ ആയാലും മമ്മൂക്കയുടെ അവരുടെ ഒന്നിക്കുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ആവറേജ് ഫൈസിനൊക്കെ അടിപൊളി. പക്ഷെ മമ്മൂക്കയുടെ ഫൈസിന് വയ്യാത്ത സമയത്ത് പടം എടുത്തതുപോലുള്ള ഒരു ഫൈറ്റ് സീനായി പോയി. അത് പക്ഷെ ഒരുമാതിരി ഒരു എന്താ പറയേണ്ടതല്ലോ, പഴയ നരസിംഹത്തിലും മമ്മൂട്ടി മോഹൻലാലുള്ള കോമ്പിനേഷൻ രീതി വന്നില്ല, നമുക്ക് അത് കിട്ടിയില്ല. പക്ഷെ മഹേഷ് നാരായണൻ ഇച്ചിരി കൂടെ നല്ലതുപോലെ എടുക്കായിരുന്നു. നല്ല സൂപ്പർ മൂവിയായിരുന്നു. ലാലേട്ടൻ മമ്മൂക്ക പൊളിച്ചടുക്കിയിട്ടുണ്ട്. അതുപോലെ ഫഹദ് കുഞ്ചാക്കോ നല്ല അടിപൊളി മൂവി. എന്നാലും ലാലേട്ടൻ മമ്മൂട്ടി വന്നൊരു ഹൈപ്പ് ഉണ്ട്, അത്യാവശ്യം ഉണ്ട്. അങ്ങനെയല്ല, പക്ഷേ പ്രതീക്ഷ അത്രയില്ല, എന്നാലും കൊള്ളാം. സത്യസന്ധമായിട്ട് കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുന്നല്ലോ. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് ആണ് ലാലേട്ടൻ മമ്മൂക്കയുള്ള കോമ്പിനേഷൻ തന്നെ നമുക്ക് വർത്താണ്. പോസിറ്റീവായിട്ട് എന്താ തോന്നിയത്? പോസിറ്റീവായിട്ട് തോന്നിയത് മേക്കിങ്ങും പിന്നെ ഷിൻജാമിന്റെ മ്യൂസിക്കും അതെല്ലാം അടിപൊളിയായിട്ട് തോന്നി. പിന്നെ വിഷ്വലും എല്ലാം സ്റ്റണ്ണിങ് ആയിട്ട് എല്ലാം അടിപൊളിയായിട്ട് തോന്നി. വലിയൊരു ഇതായിട്ട് തോന്നിയില്ല, ഒരു വൺ ടൈം ആയിട്ടുള്ള തോന്നിയിട്ടുള്ളായിരുന്നു. മോഹൻലാൽ മമ്മൂട്ടി അവർക്ക് വയ്യായിക അറിയുന്നല്ല പറഞ്ഞല്ലോ. ഇല്ല, അത് ഇതായിട്ട് തോന്നിയില്ല. മോഹൻലാലിന്റെ എല്ലാം നല്ല കിടിലായിട്ടാണ് ചെയ്തത്. മമ്മൂട്ടി നല്ല കിടിലായിട്ടാണ് ചെയ്തത്. പ്രശ്നം എന്താണ്? ഇത് കഥയുടെ ഒരു ഇതുണ്ട്, അതാണ് മെയിൻ പ്രശ്നം.